സ്ക്രീനിൽ ചിരിച്ചു കളിച്ച് അഭിനയിക്കുന്ന പല പെൺകുട്ടികൾക്കും സിനിമാ ജീവിതം ഒരു ജന്മം മുഴുവൻ നീറി നിൽക്കുന്ന തിക്താനുഭവങ്ങൾ സമ്മാനിക്കാറുണ്ട്. ചങ്കുറപ്പുള്ളവർ അതിനെ അതിജീവിക്കും. മനസ്സിന് കനം കുറഞ്ഞവർ മരണത്തിൽ അഭയം തേടും. അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു മയൂരി. പലവിധ കാരണങ്ങളാൽ അഭിനയത്തോട് വിമുഖത കാട്ടിയ മയൂരിക്ക് അകാലത്തിൽ പൊലിയാനായിരുന്നു വിധി. അതിന്റെ കാരണങ്ങൾ ഇന്നും അജ്ഞാതമാണെങ്കിലും സിനിമയിലെ പുഴുക്കുത്തുകളിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. കൊൽക്കത്തയിൽ ജനിച്ച മയൂരിയുടെ യഥാർത്ഥ പേര് ശാലിനി എന്നായിരുന്നു. 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെ കുംഭകോണം ഗോപുലു എന്ന ചിത്രത്തിൽ പാണ്ഡ്യരാജിന്റെ നായികയായിട്ടായിരുന്നു അവരുടെ തുടക്കം. ഈ പടത്തിന്റെ സെറ്റിൽ വെച്ചാണ് ശാലിനി മയൂരിയാകുന്നത്. അന്നു മുതൽ അവർ ആ പേരിൽ വിവിധ ഭാഷകളിൽ അറിയപ്പെട്ടു തുടങ്ങി. ആകാശഗംഗയിലെ മായാദേവിയായി വന്ന മയൂരി സമ്മർ ഇൻ ബെത്ലഹേം, ചന്ദാമാമ, പ്രേംപൂജാരി, അരയന്നങ്ങളുടെ വീട് എന്നിങ്ങനെ ഒട്ടനവധി സിനിമകളിൽ നല്ല വേഷങ്ങളിൽ അഭിനയിച്ചിരുന്നു. തമിഴിലും തെലുങ്കിലും നിരവധി സിനിമകളിൽ വേഷമിട്ട മയൂരി ആകെ 6 വർഷം മാത്രമാണ് സിനിമയിലുണ്ടായിരുന്നത്. അരയന്നങ്ങളുടെ വീടായിരുന്നു മയൂരിയുടെ മലയാളത്തിലെ ആദ്യ ചിത്രം. സമ്മർ ഇൻ ബെത്ലഹേമിന്റെ വിജയത്തിന് ശേഷം മലയാളത്തിലെ നിരവധി മുൻനിര നായകന്മാരുടെ സിനിമകളിലേക്ക് മയൂരി ക്ഷണിക്കപ്പെട്ടു. എന്നാൽ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ ആ സിനിമകളിലൊന്നും മയൂരി ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് മയൂരി ഒഴിവാക്കപ്പെട്ടു എന്ന് ആരും അറിഞ്ഞില്ല. അത് മയൂരിക്കും ഒഴിവാക്കിയവർക്കും മാത്രം അറിയുന്ന രഹസ്യമായി അവശേഷിച്ചു. തമിഴ് ചിത്രമായ കനാക്കണ്ടിനായിരുന്നു മയൂരിയുടെ അവസാന ചിത്രം. ഉദരാർബുദം മൂലമുണ്ടായ ഡിപ്രഷനാണ് അവരെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പുറമേ പ്രചരിക്കുന്ന വിവരം. അത് എത്രത്തോളം സത്യമാണെന്ന് ഉറപ്പില്ല. യഥാർത്ഥത്തിൽ അവർ എന്തിനു മരിച്ചു എന്നത് ഇന്നും തെളിയിക്കപ്പെടാത്ത ഒരു ഏടാണ്. മരണത്തിന് തൊട്ടുമുമ്പ് വിദേശത്തുള്ള സഹോദരൻ എഴുതിയ കത്തിൽ മയൂരി ഇപ്രകാരം രേഖപ്പെടുത്തിയിരുന്നു: എന്റെ മരണത്തിൽ ആർക്കും പങ്കില്ല. ജീവിതത്തിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുത്തിനാൽ ഞാൻ പോകുന്നു. ജീവിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങൾ ഒന്നുമില്ലാത്തത് കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് മയൂരി തന്റെ ആത്മഹത്യാക്കുറിപ്പിൽ കുറിച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. മരിച്ചിട്ടും ദുരൂഹത ഒഴിയാത്ത മയൂരിയുടെ ജീവിതം ഇന്നും അദൃശ്യമായി തുടരുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി മാക്സ്.